ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വലിയ നോയമ്പിൻ്റെ 28ാമത്തെ ദിവസമായ ഇന്ന് പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വലിയ നോയമ്പിലെ 5ാം ഞായറാഴ്ച കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കുന്ന ആ ദിവസം കിഫീഫ്തോ. ഇന്നത്തെ ദിവസം വിശുദ്ധ കുർബാനയിൽ നാം വായിച്ചു കേൾക്കുന്നതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തയുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള ഭാഗമാണ്. 18 സംവത്സരമായി ഒട്ടും നേടുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വൈദ്യനായ ലൂക്കോസ് എവൻഗേലിയോസ്തൻ വളരെ കൃത്യമായ ഒരു വിവരണമാണ് ഇവിടെ നൽകുന്നത്. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധം അഴിച്ചിരിക്കുന്നു, അതായത് നിന്റെ രോഗബന്ധനം അഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ സ്ത്രീയെക്കുറിച്ച് വളരെ സുന്ദരമായ ഒരു കഥയുണ്ട് വേദപണ്ഡിതന്മാർ പറയുന്നത്. തൻ്റെ ഭവനത്തിൽ നിന്നും യെരൂശലേം ദേവാലയത്തിലേക്ക് യാത്ര തിരിച്ച ഈ സ്ത്രീ നടക്കുന്നത് 2 കൈകളും തൻ്റെ മുട്ടുകളിൽ താങ്ങിയാണ്. ഒട്ടും തന്നെ നിവരാൻ സാധിക്കാത്ത ഈ സ്ത്രീ തനിക്ക് പരിചയമുള്ള ഈ വഴിയെ അല്ലാതെ ദേവാലയത്തിലേക്ക് പോകാൻ അറിയില്ല. യാത്രയിൽ കുറെ ആളുകളെ അവൾ കാണുകയുണ്ടായി. അവരുടെ സംസാരം അവൾ ശ്രദ്ധിച്ചു. അവർ യെരൂശലേം ദേവാലയത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരോട് ഈ സ്ത്രീ ചോദിക്കുന്നു, ഇന്ന് ദേവാലയത്തിൽ ആ നസ്രേത്തുകാരനായ പയ്യൻ വരുമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, ഇന്ന് വരും എന്നാണ് അറിയാൻ സാധിച്ചത് എന്ന്. ആ മനുഷ്യൻ പിന്നെയും ഈ സ്ത്രീയോട് ചോദിച്ചു, എന്താണ്, അമ്മ സൗഖ്യം പ്രാപിക്കുവാനാണോ ദേവാലയത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുന്നു. അവൾ മറുപടിയായി പറഞ്ഞത്, ഈ കൂന് എനിക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം എനിക്ക് ഉറപ്പുണ്ട്, സർവശക്തനായ ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന്. ആയതിനാൽ ആണ് ഞാൻ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് എല്ലാ ശാബത്ത് ദിവസവും പോകുന്നത്. അവൻ തന്നിട്ടുള്ളതായ ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൃത്യമായി നന്ദിയും അറിയിക്കുന്നുണ്ട്. അവൾ ദേവാലയത്തിലെത്തി ഏറ്റവും പുറകിലുള്ള ഒരു കോണിൽ ഒറ്റയ്ക്ക് മാറിയിരുന്നു. യേശു അവളെ കണ്ടിട്ട് അവളെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടതായ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കൂനിയായ സ്ത്രീയുടെ ഉറച്ച വിശ്വാസമാണ് നാം ഇവിടെ കാണുന്നത്. രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ തൻ്റെ മക്കളോടുള്ള കരുതലാണ് നാം ഇവിടെ കാണുന്നത്. മൂന്നാമത്തേത്, പരിസ്ഥിതി അനുസരിച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് നാം ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ പോയിന്റ് നാം കാണുന്നത് കൂനിയായ സ്ത്രീയുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് നാം കണ്ട് പഠിക്കേണ്ടത്. അവൾക്ക് അറിയാം, ഒരുപാട് അനുഗ്രഹങ്ങൾ അവൾക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവം അവളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ അവൾ സമയാസമയങ്ങളിൽ ദൈവത്തിൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നുമുണ്ട്. അതായത് ദൈവത്തിന് അവൾ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടി നാം നന്ദി അർപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചോദിക്കേണ്ട സമയമാണിത്. സന്തോഷത്തോടു കൂടിയ അവനെ പുകഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാട്ടുകൾ പാടാറുണ്ടോ, നമ്മൾ അവനെ സ്തുതിക്കാറുണ്ടോ എന്ന് വേണം നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ തൻ്റെ മക്കളോടുള്ള കരുതലിനെയാണ് നാം ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ യേശുവിനോട് യാചിക്കുന്നതായി നാം കാണുന്നു. ഖാനാവിലെ കല്യാണത്തിന് കന്യകമറിയാം തൻ്റെ മകനോട് അപേക്ഷിക്കുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. കുഷ്ഠരോഗി അപേക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. യേശുവിനെ കണ്ടിട്ട് കവിഴ്ന്നു വീണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്നാണ് ഇവിടെ കുഷ്ഠരോഗി പറയുന്നത്. പക്ഷപാതക്കാരനെ കൊണ്ടുവരുന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവനെ കട്ടിലെടുത്തുകൊണ്ട് പോകത്തക്കവണ്ണം സൗഖ്യം നൽകിയവനായ ആ കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. കന്യാന്യ സ്ത്രീ അവൻ്റെ പുറകെ ചെല്ലുകയാണ്. അവൻ സൗഖ്യമാക്കുവാൻ
തയ്യാറാകുന്നില്ല. അവൾ തന്നെത്താൻ താഴ്ത്തി അവനോട് യാചിക്കുന്നു. അവളുടെ മകൾ സൗഖ്യമാകുന്നതായി നാം ഇവിടെ കാണുന്നു. ബെഥെസ്ദാ കുളത്തിനടുത്ത് 38 വർഷമായി കാത്തുകിടന്നവനെ സൗഖ്യമായി കിടക്കയെടുത്ത് നടത്തിയതായി നാം ഇവിടെ കാണുന്നു. അതുപോലെ അനേകം രോഗികളുടെ യാചനകളിൽ അവരെ സൗഖ്യമാക്കുന്നതായി കാണാം. ഇവിടെ യേശു അവളെ തൻ്റെ അടുത്തേക്ക് വിളിച്ച് സൗഖ്യമാക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ച് അവനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവനെ ദൈവം തിരിച്ചറിഞ്ഞ് അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും എന്ന് നാം ഇവിടെ കാണുന്നു. ഇവിടെ മാത്രം ഉള്ളൂ കുനിയായ സ്ത്രീ അവനോട് യാചിക്കുന്നതായി നാം കാണുന്നില്ല. എന്നാൽ അവൾക്ക് കിട്ടിയതായ കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ എന്നും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ആ ശാബത്ത് ദിവസം യെരുശലേം ദേവാലയത്തിലേക്ക് അത്രയും ദൂരം 2 മുട്ടുകളിലും കൈകളുടെ സപ്പോർട്ട് കൊണ്ട് അവൾ നടന്ന് അവിടെ എത്തുന്നു. അവൾക്ക് ആ ദേവാലയത്തിലേക്ക് പോകുന്ന വഴിയല്ലാതെ വേറൊരു വഴിയും അറിയില്ല. കാരണം അവൾക്ക് നിവർന്ന് നടക്കുവാനോ ഇടംബലം നോക്കുവാനോ സാധിക്കാത്ത ഒരു സ്ത്രീ. അങ്ങനെയുള്ള ഒരു അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടോ? അവൾക്ക് അതേവരെ കിട്ടിയിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങൾക്കും വേണ്ടി നന്ദി പറയുന്ന ഒരു സ്ത്രീയാണത്. അവൾ നമ്മളെ പോലെ നമുക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പിറുപിറുക്കുന്നതായി നാം ഇവിടെ കാണുന്നില്ല. ആ അചഞ്ചലമായ ആ ഒരു വിശ്വാസമാണ് നമുക്ക് ഏവർക്കും ഈ വലിയ നോമ്പിൽ ഉണ്ടാകേണ്ടത്. മൂന്നാമത്തേത് പരിസ്ഥിതി അനുസരിച്ച് നിയമപാലനം വേണമെന്ന് നാം ഇവിടെ കാണുന്നു. അനുകമ്പയുടെ പ്രവർത്തനങ്ങളെ തടയുന്നതിനായിട്ടല്ല ശാബത്ത് എന്ന കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നു. തിന്മയുടെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി എന്ന് നാം ഇവിടെ കാണുന്നു. ലൂക്കോസ് എവൻഗലിയോസ്ത എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ ഉള്ള ഭാഗം നാം നോക്കുമ്പോൾ അതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. അവൻ വളർന്ന നസറേത്തിൽ വന്നു. ശാബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. യെശയ്യാ പ്രവചനത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗത്തിൽ പ്രകാരം പറയുന്നു. എളിയവരോട് വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറി കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ ഭൗതീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്ന് പേരാകും എന്നും ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇവിടെ നാം കാണുന്ന മറ്റൊരു സംഗതിയുണ്ട്. പള്ളിപ്രമാണിയോട് യേശു പറയുന്നത്, കപടഭക്തിക്കാരെ, നിങ്ങൾക്ക് ഈ മനുഷ്യർക്ക് മൃഗങ്ങളുടെയെങ്കിലും വില കൽപ്പിച്ചുകൂടെ എന്നതാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവിൻ്റെ സൗഖ്യദാനം ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ മഹിമയും നന്മയെ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ്. കൂനിയെങ്കിലും ആരാധനയിൽ നിന്ന് അകലാതിരിക്കുന്ന അബ്രഹാമിൻ്റെ മകളെയാണ് നാം ഇവിടെ കാണുന്നത്. നാം ഇവിടെ കണ്ടതായ ഈ 3 കാര്യങ്ങൾ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് ഈ കൂനിയായ സ്ത്രീയുടെ കുറച്ച് വിശ്വാസമാണ് നാം ഇവിടെ കാണുന്നത്. രണ്ടാമത്തത് തൻ്റെ മക്കളോടുള്ള കരുണയാണ് നാം ഇവിടെ കാണുന്നത്. മൂന്നാമത്തത് പരിസ്ഥിതി അനുസരിച്ച് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. നാം ഒരു കാര്യം മാത്രം ഈ വേദഭാഗത്തു നിന്ന് മനസ്സിലാക്കണം. ഈ നോമ്പിൻ്റെ 28-ാമത്തെ ഈ ദിവസമായ ഇന്ന് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അതായത് ആ കൂനിയായ സ്ത്രീയെ പോലെ നമ്മൾ ഓരോരുത്തരും പാപത്തിൻ്റെ ഭാരത്താൽ കൂനിയിരിക്കുന്ന ഈ സമയത്ത്
നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ആ ചുങ്കക്കാരനെ പോലെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. കർത്താവേ, മഹാഭാവിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആ ദേവാലയത്തിൽ വെച്ച് ഹന്ന പെറുപിറുക്കുന്നത് കണ്ടിട്ട് നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പുരോഹിതൻ ചോദിക്കുന്ന അവസരത്തിൽ ഇല്ല, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അതുപോലെ തന്നെ ആ പുരോഹിതൻ അവളെ അനുഗ്രഹിച്ചു വിടുന്നതും നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ആ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് അവനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പാപഭാരത്താൽ കൂനപ്പെട്ടവരായ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.